അസ്സലാമു അലൈക്കും. ഇത്താത്തയാണേ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കുറച്ച് പാവപ്പെട്ട സ്വഹാബികൾ വന്നിട്ടോ. അവര് ചോദിച്ചു, റസൂലെ, ഞങ്ങൾ ചെയ്യുന്ന അതേ അമലുകൾ, അതായത് ഞങ്ങൾ നിസ്കരിക്കുന്നു, അവരും നിസ്കരിക്കുന്നു, പണക്കാരായ ആളുകളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു, അവരും നോമ്പനുഷ്ഠിക്കുന്നു, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അവരും അതുപോലെ അമലുകൾ ചെയ്യുന്നു. പക്ഷേ അവരുടെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ഉംറകൾ ചെയ്യുന്നു, ഹജ്ജിന് പോകുന്നു, ധാരാളം സ്വതക്കുകൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗത്തിലെ ഉന്നത പദവികൾ ലഭിക്കും. അപ്പൊ ഞങ്ങൾക്കും അതുപോലെ പദവികൾ ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ഒരു അമല് പറഞ്ഞു തരാം, അത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്കും സ്വർഗത്തിൽ അതേ പദവികൾ ലഭിക്കും എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ്, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണയും അൽഹംദുലില്ലാ എന്ന് 33 തവണയും അല്ലാഹു അക്ബർ എന്ന് 34 തവണയും എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കിയാൽ നിങ്ങൾക്കും സ്വർഗത്തിൽ അവരുടെ അതേപോലെയുള്ള പദവികൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും കുറച്ച് സമയം തസ്ബീഹുകളൊക്കെ ചൊല്ലുക അല്ലെ. അപ്പോൾ പണക്കാർ ചെയ്യുന്ന ഒരുപാട് ദാനധർമ്മങ്ങൾക്കൊപ്പം നമുക്കും എത്താം എന്നുള്ളതാണ്.